അപ്പോൾ എമ്പുരാൻ പടം വിജയകരമായി മുന്നോട്ട് പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. എല്ലാ ചാനലുകളും ഇന്ന് എമ്പുരാൻ വിശേഷങ്ങളായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് പല ഡീഗ്രേഡിങ് നടക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊരു വീഡിയോ ഞാൻ ചെയ്യാം. ഏതായാലും ഡീഗ്രേഡിംഗ് ഒന്നും ഈ പടത്തെ ഏശിയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. 15 കോടിക്ക് മുകളിൽ ഈ ചിത്രം ഇന്ന് നേടും എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. കാരണം 15 കോടി കഴിഞ്ഞിരിക്കുന്നു ഈ ഇന്നത്തെ കളക്ഷൻ എന്നുള്ളത്. നമ്മൾ നേരത്തെ തന്നെ 12 കോടി പ്രീ ഫെയിൽ ഇനത്തിൽ തന്നെ കഴിഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇതിപ്പോൾ 15 കോടിക്ക് മുകളിലാണ് ഇന്നത്തെ ഫസ്റ്റ് ഡേ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അത് ലിയോയുടെ 12 കോടിക്ക് മുകളിൽ 3 കോടിയും കൂടെ ആയിരിക്കുന്നു എമ്പുരാൻ്റെ. അപ്പോൾ എമ്പുരാൻ്റെ പവർ എന്താണെന്ന് ഈ ഡീഗ്രേഡ് ചെയ്യുന്നവർ മനസ്സിലാക്കിയാൽ വളരെ നല്ലത്. അതുപോലെ ഡീഗ്രേഡിങ് ഏശിയില്ല എന്ന് പറയാനുള്ള ഒരു കാരണമുണ്ട്. മിക്കവാറും ഒരാഴ്ചത്തെ ബുക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ 2ാം ദിവസത്തിലെ പ്രീ ഫെയിൽ കളക്ഷൻ അഡ്വാൻസ് ബുക്കിംഗ് വന്നിട്ടുണ്ട്. അത് പ്രകാരം 5 കോടി 50 ലക്ഷം രൂപ ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിനും കുറച്ച് മുമ്പ് വരെ അഡ്വാൻസ് ബുക്കിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. 5 കോടി 50 ലക്ഷം രൂപ. അപ്പം മിക്കവാറും ഒരു 10 കോടി രൂപ കടക്കാനുള്ള സാധ്യത നാളെയും കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ശനി ഞായറും ദിവസങ്ങളിലെല്ലാം പ്രതീക്ഷിക്കുന്നത്. അത് ലിയോയുടെ 2ാമത്തെ ദിവസത്തെ കളക്ഷൻ എത്രയായിരുന്നു അറിയാം? 3.14 കോടിയായിരുന്നു. ആ സ്ഥാനത്താണ് എമ്പുരാൻ ഇപ്പോൾ 5.50 കോടി. ഇപ്പം എല്ലാവരും ചോദിക്കും ഈ ലിയോ എന്ന് പറയുന്നത് എന്തിനാണ്? ലിയോ ആണ് 1ാം സ്ഥാനത്ത് ഇത്രയും നാൾ നിന്നത്. ലിയോയുടെ ആയിരുന്നു 1ാം സ്ഥാനത്ത് 12 കോടി രൂപ. അത് നമ്മൾ തകർത്തു. 15 കോടിയിലേക്ക് 15 കോടിയോ 16 കോടിയിലേക്ക് എത്തുമെന്നാണ് അറിയാൻ പറ്റുക. 15 കോടി നിശ്ചയമായിട്ടും ഉണ്ടാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അത് എത്ര വേണമെങ്കിലും പോകാം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു വൈകുന്നേരത്തോടെ അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് കിട്ടും. വേൾഡ് വൈഡായിട്ട് 50 കോടി കഴിഞ്ഞു, 60 കോടി കഴിഞ്ഞു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അത് എത്ര വേണമെങ്കിലും പോകാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അതുപോലെ തന്നെ നാളത്തെ അഡ്വാൻസ് ബുക്കിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞത് 5.5 കോടി. അപ്പോൾ അത് നാളെ ഒരു പക്ഷേ 10 കോടി കവിയാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 8-9 കോടിയിലൊക്കെ ചെന്ന് നിൽക്കാം. പിന്നെ ലിയോ ആയിരുന്നു അന്ന് വരെ 2ാം സ്ഥാനത്ത് നിന്ന് 2ാം ദിവസത്തെ 3.14 കോടി. അതാണ് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഡീഗ്രേഡിംഗ് ഒന്നും എമ്പുരാനെ സംബന്ധിച്ച് ഏശിയില്ല എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കണ്ട്. ഡീഗ്രേഡ് എല്ലാ വശത്തുനിന്നും ലാലേട്ടനെ എതിർക്കുന്നവരുടെ ഒരു പട്ടമേശ സമ്മേളനം പോലെ 2 വശത്തുനിന്നും 4 വശത്തുനിന്നും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടെ ചില റിവ്യൂവർമാരുമുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ അടുത്ത ഉടൻ തന്നെ ഇടുന്നുണ്ട്. കാരണം ചില മലങ്കൾട്ട് റിവ്യൂവർമാർ ചില വീഡിയോ ഒക്കെ ആയിട്ട് രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല, നമ്മുടെ രോമത്തെ പോലും ഇത് തൊടത്തില്ല എന്ന് 100% ഉറപ്പാണ്. കാരണം ഇത് അവരൊക്കെ ഈ റിവ്യൂ ഒക്കെ തയ്യാറാക്കി ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. കാരണം ഈ പടം ഇറങ്ങി എങ്ങനെയെങ്കിലും പൊട്ടിക്കണം. നേരത്തെ ഒരു മാസം മുമ്പ് ഈ പടം റിലീഫ് ലാലേട്ടൻ്റെ പടം റിലീഫ് ആകുന്നതിന് മുമ്പ് ഇവർ തീരുമാനിക്കും ലാലേട്ടൻ്റെ ഇന്ന പടം റിലീഫ് ആകുന്നുണ്ട്, എങ്ങനെയെങ്കിലും പറഞ്ഞു പൊട്ടിക്കണം എന്ന് പറയാൻ പറ്റും. ചിലർ പറഞ്ഞില്ല പറഞ്ഞു പൊട്ടിക്കുക. അത് പറഞ്ഞു പൊട്ടിക്കുകയാണ് ചില കമൻറ്റുകളൊക്കെ കാണുമ്പോൾ പറയുന്നത്. പടം പൊട്ടിപ്പോയി, ഇറങ്ങുന്നതിന് മുമ്പ് പടം പൊട്ടിപ്പോയി എന്നുള്ള വീഡിയോകൾ വരുന്നു. അതുപോലെ ചില റിവ്യൂവർ വരുന്നു. ഇതൊക്കെ മലയാളിക്ക് എപ്പോഴും മനസ്സിലാവും. പക്ഷേ ഒരു കാര്യം ഉറപ്പുണ്ട്, ഈ മാധ്യമങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഈ പടത്തോടൊപ്പം നിന്നു. അതിനൊരു കാരണം എന്ന് പറയുന്നത് മലയാള സിനിമയുടെ വിജയമാണ് അവർ കണ്ടത്. അവർക്കറിയാം മലയാള സിനിമയെ സംബന്ധിച്ച് അടുത്ത ചവിട്ടുപടി എമ്പുരാൻ എന്ന് പറയുന്ന പടത്തിൻ്റെ വിജയമാണ്. അത് മറ്റു പല ഇനി റിലീഫാകുന്ന എല്ലാ പടങ്ങളെയും അനുകൂലമായി വായിക്കാവുന്നൊരു ഘടകമാണ്. അതിൻ്റെ മാർക്കറ്റ് അങ്ങ് എല്ലാ ദേശത്തേക്കും പടരുക. മലയാള സിനിമയുടെ മാർക്കറ്റ് അത് എമ്പുരാന് മാത്രമേ കഴിയൂ. അല്ലെങ്കിൽ മോഹൻലാൽ ഒരു ചിത്രത്തിനെ കഴിയത്തുള്ളൂ. അതിനുശേഷം വരുന്ന നടന്മാരൊക്കെ ആ മാർക്കറ്റിലേക്ക് തള്ളിക്കയറുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബാഹുബലി തന്നെ നമ്മൾ കണ്ടില്ലേ, ബാഹുബലി വന്നു. അതിനുശേഷം തെലുങ്ക് സിനിമയൊക്കെ നമ്മൾ വളരെ കൗതുകത്തോടെയും തെലുങ്ക് സിനിമയൊക്കെ മലയാളത്തിൽ റിലീഫ് ചെയ്യാനൊക്കെ തുടങ്ങി. അതുപോലെ വിജയ്, രജനീകാന്തിൻ്റെ ചിത്രങ്ങൾ, അതുപോലെ KGF, അങ്ങനെയൊക്കെയുള്ള ചിത്രങ്ങൾ വന്നതിന് ശേഷമാണ് നമ്മൾ ആ സിനിമയൊക്കെ നോക്കിക്കാണുന്നത്. അതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് മാധ്യമങ്ങൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കുകയും സിനിമയുടെ ഒപ്പം നിൽക്കുകയും ചെയ്തു. അതുകൂടാതെ ഇന്ന് മലയാള സിനിമയിൽ ഇത്രയും ജനപ്രളയം സൃഷ്ടിക്കാൻ ഒരു നടനും കഴിയുന്നില്ല. അങ്ങേര് കുറച്ച് നാളായിട്ട് പണം ഹിറ്റാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുച്ഛിച്ച് തള്ളിയവർ
ഇന്ന് പല പ്രദേശങ്ങളിലും റോഡ് ബ്ലോക്കായി. പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം ഹെഡിങ് തന്നെ ഇതായിരുന്നു, എമ്പുരാൻ എന്ത് സംഭവിച്ചു, എമ്പുരാൻ്റെ ആദ്യ ഷോ കഴിഞ്ഞോ, പ്രവീണ എമ്പുരാൻ്റെ സ്ഥലത്ത് നിന്ന് എമ്പുരാൻ റിലീഫ് ചെയ്ത സ്ഥലത്ത് എന്താണ് സംഭവം, അത് കവിത തിയേറ്ററിന് മുമ്പിൽ എന്താണ് സംഭവം, ഷാനി ഇപ്പോൾ ഞാൻ പറയുന്നത് എമ്പുരാൻ റിലീഫ് ചെയ്ത സിനിമ തിയേറ്ററിൻ്റെ മുമ്പിലാണ് എന്നൊക്കെയുള്ള വാർത്താ പ്രക്ഷേപണങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ റോഡ് മൊത്തം ബ്ലോക്കാവുന്നു. പോലീസുകാർ കൂടുതലായിട്ട് തിയേറ്ററിൻ്റെ മുമ്പിൽ ഗതാഗതം നിയന്ത്രിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. തിയേറ്ററിലെല്ലാം തിരുവനന്തപുരത്ത് തന്നെ 150 പോലീസുകാർ തന്നെ ഇറങ്ങി. ആ അവസ്ഥയായിരുന്നു. അവിടെ യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളും ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷകരമായ കാര്യം. ഇത് ഇനി 2 ദിവസത്തേക്ക് തുടർച്ചയായിട്ട് പല തിയേറ്ററിൽ 24 മണിക്കൂർ ഷോ. ചിലവരൊക്കെ വിചാരിക്കുന്നത് ഈ ഡീഗ്രേഡ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇതിന് ഡിമ്മാകുമെന്നാണ്. ഒരു കാരണവശാലും മക്കളെ അങ്ങനെ വിചാരിക്കുക വേണ്ട. നിങ്ങൾ എത്ര വേണമെങ്കിലും ഡീഗ്രേഡ് ചെയ്തു അങ്ങനെ സംഭവിക്കത്തില്ല. കാരണം ഈ ടിക്കറ്റിങ്ങെല്ലാം നേരത്തെ ബുക്കിംഗ് ആണ്, അത് മാത്രം മനസ്സിലാക്കുക. ഇപ്പം അഡ്വാൻസ് ബുക്കിന് 2-ാം ദിവസത്തെ 5.5 കോടി നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരിക്കുക. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ തരികിട പരിപാടി കാണിച്ചെന്ന് പറഞ്ഞാലും ഇതൊന്നും കുറച്ച് ദിവസത്തേക്ക് ദേശത്തില്ല. പിന്നെ നിങ്ങൾ കുറച്ച് വായിട്ട് അടച്ചതിന് ശേഷം നിങ്ങളങ്ങ് നിർത്തും, മതിയായി. അതാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. എവിടം വരെ പോകും എന്ന് തീരുമാനിക്കട്ടെ. ഇത് മാത്രമല്ലല്ലോ, ഇനിയും പടങ്ങളൊക്കെ ഒത്തിരി വരുമല്ലോ. അപ്പം മലയാള സിനിമ ഇഷ്ടപ്പെടാത്തവരാണ്, മലയാള സിനിമയുടെ ഉന്നതി ഇഷ്ടപ്പെടാത്തവരാണ് ഈ ഡീഗ്രേഡിങ്ങുമായിട്ട് നടക്കുന്നത്. അവരുടെയൊക്കെ എന്താ പറയുക, ചില രീതിയിലുള്ള വാക്ക് പറയലും ആ രീതിയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ആദ്യ ദിനം തന്നെ 15 കോടിക്ക് മുകളിൽ ഈ ചിത്രം എമ്പുരാൻ കളക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അപ്പം വേൾഡ് വൈഡ് ആയിട്ടുള്ള ചിത്രങ്ങളുടെ കണക്കുകൾ വന്നിട്ടില്ല. എല്ലാ പ്രദേശങ്ങളിലും നിറഞ്ഞ എന്താ പറയുക ആൾക്കൂട്ടമായിരുന്നു സിനിമ കാണാൻ വേണ്ടി. അമേരിക്കയിലായാലും ഓസ്ട്രേലിയ മിക്കവാറും ചാനലുകളെല്ലാം പ്രക്ഷേപണം ചെയ്തെന്നുള്ള. ഇപ്പം അമേരിക്കയിലൊക്കെ തരംഗമാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തള്ളാണേ എന്ന് പറഞ്ഞ് നടന്നവർ ഇന്ന് രാവിലെ വാർത്താ ചാനലുകൾ പ്രക്ഷേപണം ചെയ്ത് കണ്ടോ? എല്ലായിടത്തും ലൈവായിട്ട് പോകുന്നതാണ്. അതാണ് അവസ്ഥ. ഡൽഹിയിലെ കണ്ടില്ലായിരുന്നു. അപ്പോൾ എല്ലാ പ്രദേശങ്ങളിലും ഇതൊരു തരംഗമായി മാറി. അതുകൊണ്ട് ഈ ഡീഗ്രേഡിങ് ഒന്നും കേൾക്കത്തില്ല. എല്ലാ പ്രദേശങ്ങളിലും ഡീഗ്രേഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ പറഞ്ഞൊരു തമിഴ് ചില മാധ്യമങ്ങൾ പടം റിലീഫ് ആകുന്നതിന് മുമ്പ് ഡീഗ്രേഡ് ചെയ്യുന്നത് പണ്ടത്തെ ഏതോ പടത്തിൻ്റെ സാധനം വെച്ച്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. അപ്പം ഡീഗ്രേഡിങ് ചെയ്തോളൂ. ഇവിടെ ചില യൂട്യൂബ് ചാനലുകളുണ്ട്, റിവ്യൂവർമാരെന്ന് സ്വയം അഹങ്കരിക്കുന്ന, ഞാനാണ് റിവ്യൂവർ, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ചിലരുമുണ്ട്. അതിനെപ്പറ്റി പ്രത്യേക ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഉടൻ തന്നെ അത് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനിടയിലാണ് ഈ വാർത്ത കിട്ടുന്നത്. അത് നിങ്ങളെ ഒന്ന് അറിയിക്കണം. നിങ്ങൾ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവർ യാതൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല. ഈ പടം വേറെ ലെവലാണ്, ഇൻ്റർനാഷണൽ സാധനമാണ്. ഇതിനെ തകർക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല. ഇത് ഇൻ്റർനാഷണൽ പ്രോഡക്റ്റാണ്. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ എത്താം. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഞാൻ എത്താം. അപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.